ഹായ്, ഇറ്റ്സ് മീ യുവർ ഡയറ്റീഷ്യൻ ജെഫ്രിയ. നമ്മളുടെ പല ആളുകളുടെ ഒരു മെയിൻ കൺസേൺ തന്നെയാണ് ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ ഈവൻ വർക്കൗട്ട് ചെയ്യാൻ മടിയായിരിക്കും. ഇതേപോലെ തന്നെയാണ് ഒരു റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് മടിയായിരിക്കും. അപ്പോൾ ഈ മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരു മെയിൻ ഒരു വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് നോക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ജേർണി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യലി തന്നെ നിങ്ങളുടെ വെയിറ്റും മെഷർമെന്റ്സും എടുത്തിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ കാണാവുന്ന ഒരിടത്ത് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആകാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നതാണ്. അതായത് ഈവൻ നമുക്കൊരു എന്താ പറയുന്നത്, കഴിക്കുന്ന ഫുഡിന്റെ പിക്ചർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ കഴിച്ചെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് ഈവൻ നമുക്കൊരു റുട്ടീൻ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇതേപോലെ തന്നെയാണ് വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിൽസിനകത്ത് നിങ്ങൾക്ക് എത്രയാണോ റിക്വയർഡ് ആയിട്ടുള്ള വാട്ടർ അത് എടുത്ത് കീപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ത്രൂ ഔട്ട് ദ ഡേ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വർക്ക്ഔട്ടിന്റെ കാര്യം. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് മോട്ടിവേഷനൊക്കെ കൂടി പോയി പെട്ടെന്ന് ഒറ്റയടിക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യും, പിറ്റത്തെ ദിവസം നമുക്ക് ഭയങ്കര മസിൽ പെയിൻ ആയിട്ട് നമ്മൾ ചെയ്തെന്ന് വരത്തില്ല. അപ്പൊ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ മെല്ലെ മെല്ലെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു ദിവസം 10 മിനിറ്റ് ചെയ്തുള്ളെങ്കിൽ ഓക്കെയാണ്, പക്ഷെ നെക്സ്റ്റ് ഡേ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ നമുക്ക് ഈ മടി മാറാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്താലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്കൊരു നല്ലൊരു റുട്ടീൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഏതൊരു കാര്യവും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ലൈഫിന്റെ പാർട്ടായിട്ട് മാറുന്നതാണ്. ഈവൻ ഒരു ഡയറ്റും ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ടും ക്ലീൻ ഡയറ്റ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ തന്നെ നല്ല രീതിയിൽ നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈവൻ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ചെയ്യാനായിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജോ ഫിറ്റ്നസ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി വിത്ത് ജോ ഫിറ്റ്നസ് ന്യൂട്രീഷൻ. താങ്ക് യു.